ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ 2 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇക്കായും ഉമ്മയും കൂടിയിട്ട് ആശുപത്രിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാലത്തെ 6 മണിക്കാണ് കേട്ടോ ഇവിടുന്ന് ബസ്. അത് നേരിട്ട് ചന്തപ്പടി ഇറങ്ങാം. പിന്നെ അവിടുന്ന് കുറച്ച് പോകാനുള്ളൂ ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഓരോ കട്ടൻ ചായയും കുടിച്ചിട്ട് ഉമ്മനെ കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. കൊട വേണ്ടേ? സാനയുടെ കൊട കൈ പിടിക്കാം. നല്ല മഴ കറുത്തുണ്ട്. യോഗ ചെയ്യണ സൗണ്ടാണ് കേൾക്കുന്നത്. വ്യായാമം ചെയ്യണ സൗണ്ടാണ് കേൾക്കുന്നത്. 1 2 3 കേൾക്കാല്ലേ? ആറ് 6 ഞാൻ പോട്ടട്ടോ. ആ പിന്നെ ഞാൻ അവരെ ഉണ്ടാക്കിയിട്ട് ഞാനങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മക്കൾക്കൊന്നും വയ്യാത്ത കാരണം ലേശം പൊടിയരി കഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പെരയിൽ മക്കളൊക്കെ അവിടെ കിടക്കുക. മദ്രസയ്ക്ക് പോകണില്ല, സ്കൂളിലേക്ക് പോകണില്ല. ആരും തല കൊണ്ടിട്ടില്ല കേട്ടോ. പനി അത്രയുണ്ട്, 100 ഡിഗ്രിയുടെ മേലെ പനിയുണ്ട്, ചുമയുണ്ട്, കഫക്കെട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 ആളിനെയും കാണിച്ചിക്കണ്. ഹോസ്പിറ്റലിൽ ഒക്കെ കുഴപ്പമൊന്നുമില്ല. ബ്ലഡൊക്കെ നോക്കി മോൻ്റെ. അപ്പോൾ അവനക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റേ ഈ നമ്മുടെ സാധാരണ പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ പുറത്തെ പണിയും വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ പോയിട്ട് ഞാൻ കിടന്നതിൻ്റെ ശേഷമാണ് പിന്നെ അതൊക്കെ ചെയ്തത്. മക്കളും അവിടെ കിടക്കുന്നതാണ്. മക്കൾ നീക്കണമെന്നല്ലേ, ഒരു തുള്ളി വെള്ളം കുടിക്കാനും കൂടി നീക്കണില്ല. അപ്പോൾ ഇത്രേ വ്ളോഗുള്ളൂ. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളാണ് കേട്ടോ. ചോർക്കുള്ള പുളിഞ്ചാറ് എങ്ങനെ ഉണ്ടാക്കണം കാണിച്ചാൽ. ചുവന്നുള്ളി, പുളി, ചീനമുളക്. ഈ ഉള്ളിയും ചീനമുളകും കൂടി ആദ്യം മിക്സിയിൽ അടിക്കുക.
അപ്പോൾ ചോർക്ക് ഇന്ന് ഇപ്പോൾ ഇതാണ് കേട്ടോ പുളിഞ്ചാറ് എന്നല്ല ഇതിൽ പറയാം. എന്താ ചീനമുളകും ചെറിയ ഉള്ളിയും പുളിങ്ങിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ചോറിനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് പുളിഞ്ചാറ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ ഉപ്പും പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് രസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടോ, കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ല പച്ചമുളകാണ്. അപ്പോൾ ഉണ്ടാക്കിയൊക്കെ രസം ഉണ്ടാവും കേട്ടോ, കുഴപ്പമില്ല എന്ന് പറയാം, അത്ര ഉള്ളൂ. പിന്നെ ഇതാ ചോറ് ഞാൻ തിന്നായിരുന്നതാണ് കേട്ടോ. അപ്പം മോൾക്ക് മാമൂണം പറഞ്ഞിട്ട് മോൾക്ക് കുറേശ്ശെ കൊടുക്കാം. അതാ ഉളിയേക്കണ് എന്താന്ന് ചോദിച്ചിട്ട് മുത്തൊക്കെ അവിടെ ഉണ്ട്. എവിടേക്ക് പോണു വണ്ടിയിലാണൊന്നുമില്ലാതെ. മൊയ്ച്ചേരം എന്താ അത്? മതിയാ? ഇവിടെ വന്നിരിക്കുമ്പോ വാരിത്തരാം. ഇവിടെ വന്നിരിക്ക്, അത്ര മതി. ഞാൻ അവിടെ വെച്ചാളട്ടാ. ഇനി ഇവിടെ വന്നിരിക്കുമ്പോ വാരിത്തരാം. അവിടെ അല്ല, ഇവിടെ. ഇനി വേണ്ട പൊന്നാ, വേണ്ട. ഇതിൽ എരുണ്ട്, ചീനമുളകാണ്. തിന്നാട്ടാ. ഇവിടെ ഇന്നാണി മുളക് വേണ്ടാട്ടാ. ഇജ്ജ് ഇവിടെ ഇരിക്കണ്ട. ഇഞ്ച കുട്ടിയാ ഇവിടെ ഇരിക്ക്. ഇങ്ങോട്ട് വാ കുട്ടിയാ, വായ. മാമുണ്ട് വായ, സ്വത്ത് വായ. ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ എങ്ങനെയാണ് കേട്ടോ. അവരവിടെ പോയിട്ട് അവങ്ങൾ അഡ്മിറ്റ് ആയിട്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാച്ചിട്ടായിരുന്നു മനസ്സിൽ കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാ ടെസ്റ്റുകളും ആദ്യം മുതൽ ചെയ്യണം. അപ്പോൾ അവിടെ പോയിട്ട് ECG, ബ്ലഡ് അങ്ങനെയുള്ളതൊക്കെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത്, ഇനിയിപ്പോൾ അതിൻ്റെ കിഡ്നീൻ്റെയും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതടുത്ത ബുധനാഴ്ച അത്ര റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ റിസൾട്ടിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അന്ന് അവിടെ അഡ്മിറ്റ് ആക്കാമെന്നാണ് പറഞ്ഞത്. നോർമലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഗുളികയൊക്കെ തന്ന് മാറിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. വീഡിയോസൊന്നും നേരം പോലെ എടുക്കാനൊന്നും ഇപ്പോൾ പറ്റണില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ